സമ്പൂർണ്ണ രോഗരഹിത നഗരസഭയായി മട്ടന്നൂർ മാറുന്നു. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ നഗരസഭ വകയിരുത്തിയത്. മട്ടന്നൂർ നഗരസഭയിൽ മാരക രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും ബാധിക്കുന്നവരുടെ എണ്ണം കുറച്ചുകൊണ്ട് രോഗരഹിത നഗരസഭയാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പൂർണ്ണമായും ജനകീയ ക്യാമ്പയിനിലൂടെയാണ് ലക്ഷ്യം നടപ്പിലാക്കുക. ഇതിനുള്ള ചുവടുവയ്പ് ഏപ്രിൽ മുതൽ ആരംഭിക്കാനാണ് തീരുമാനം. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവരെ പൂർണ്ണമായും ഒരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവന്ന് സ്ക്രീനിംഗ് നടത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെയും ചികിത്സാ ക്ലിനിക്കുകൾ, ലബോറട്ടറി പരിശോധന വഴിയും ഓരോ വ്യക്തിയെയും ബോധ്യപ്പെടുത്തി ആവശ്യമെങ്കിൽ ചികിത്സ ഉൾപ്പെടെ ഉറപ്പുവരുത്തി രോഗരഹിതരാക്കുന്ന ബൃഹത് പദ്ധതിയാണിത്. ഒരു ദിവസം രാവിലെ 6-ന് വാർഡിലെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് 30-നും 50-നും ഇടയിലുള്ള 50 പേരുടെ രക്തപരിശോധന നടത്തും. 2 ആഴ്ച കൊണ്ട് ഒരു വാർഡിലെ പരിശോധന പൂർത്തിയാക്കും. നഗരസഭയിൽ 30-നും 50-നും ഇടയിൽ 27,000 പേരാണ് ഉള്ളത്. ഇതിനു മുന്നോടിയായി വാർഡ് തലത്തിൽ സംഘാടക സമിതി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന പേരിൽ വലിയ പദ്ധതി ആരംഭിക്കുകയാണ്. 50 ലക്ഷം രൂപയാണ് നമ്മൾ നഗരസഭ ബഡ്ജറ്റിൽ ഇതിന് മാറ്റിവെച്ചിട്ടുള്ളത്. ഇതിന് നഗരസഭയുടെ കീഴിലുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ഉപയോഗപ്പെടുത്തും, സ്വകാര്യ ആശുപത്രികളെ ഉപയോഗപ്പെടുത്തും, സ്വകാര്യ ലാബുകളെ ഉപയോഗപ്പെടുത്തും. ഇവരുടെ എല്ലാ സംയുക്ത സഹകരണത്തിലൂടെ വരുന്ന ഏപ്രിലോട് കൂടിയിട്ട് നമുക്ക് ഈ പദ്ധതി ആരംഭിക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വിപുലമായ ജനകീയ ക്യാമ്പയിനാണ്. എങ്ങനെയാണോ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചത് അതുപോലൊരു ജനകീയ ക്യാമ്പയിനിലൂടെ മുഴുവൻ ആളുകളെ 30 വയസ്സിന് 50 വയസ്സിന് ആളുകളെ മുഴുവൻ സ്ക്രീനിങ്ങിന് വിധേയമാക്കിയുള്ള പദ്ധതിയാണ്. ഏതെങ്കിലും മാരകരോഗത്തിന്റെ കാര്യമല്ല പറയുന്നത്, മുഴുവൻ സ്ക്രീനിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കണം. അതിന് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ്, വി കെ സുഗതൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.